ഹലോ, മറ്റൊരാൾ ഉപയോഗിച്ചൊരു ഡ്രസ്സ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ? ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കസിൻസ് എൻ്റെ പ്രായത്തിലുള്ളവരുണ്ട്. അപ്പോൾ അവരുപയോഗിച്ചിട്ട് അവർക്ക് കുറച്ച് ചെറുതായിട്ടുള്ള ഡ്രസ്സുകൾ പിന്നെ നമ്മൾ വളർന്നു വരുമ്പോൾ നമുക്ക് തരും. അങ്ങനെ ചെറുപ്പം മുതലേ അങ്ങനെ കേടാവാത്ത ഡ്രസ്സുകൾ കേട്ടോ. ആരും ഉപയോഗിച്ച് ഉപേക്ഷിച്ച് പഴകി പിഞ്ഞ ഡ്രസ്സുകളല്ല. പക്ഷെ നല്ല ഡ്രസ്സുകൾ നമ്മൾ ഒരാൾക്ക് പാകാവാത്തത് വേറൊരാൾ ഉപയോഗിച്ച് അങ്ങനെ ഞാനും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അതിന് പറയുന്ന ഒരു മോഡേൺ വാക്കാണ് പ്രീ ലവ്ഡ്. അത് ഡ്രസ്സുകൾ മാത്രമല്ല, നമ്മുടെ ബുക്സ് ആവട്ടെ അല്ലെങ്കിൽ ബാഗാവട്ടെ മറ്റെന്തെങ്കിലും സാധനങ്ങളാവട്ടെ, ഒരാൾ ഉപയോഗിച്ചത് നശിക്കാത്ത സാധനങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നത് നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ എൻ്റെ മക്കളുടെ ഡ്രസ്സുകളാണെങ്കിലും നമ്മുടെ കസിൻസിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ അവരെക്കാളും ചെറിയവരുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാറുണ്ട്. കാരണം വേറൊന്നുമില്ല, നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച അല്ലെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയത് അത് ആരെങ്കിലും പൈസ കൊടുത്ത് മേടിച്ചതായിരിക്കുമല്ലോ. ഈ ഒരു സംഭവം ഇവർക്കധികം പുറത്തേക്കൊന്നും ഇട്ട് പോകാനില്ല. ഇവർ പെട്ടെന്ന് വലുതാവുകയും ചെയ്യും. അപ്പോൾ ഈ ഡ്രസ്സുകൾ കളയണ്ടേ എന്ന് മനസ്സിനൊരു വിഷമമാണ്. ഒട്ടും ചീത്തയാവാത്ത ഡ്രസ്സുകൾ കളയണ്ടേ എന്ന് ആലോചിക്കുമ്പോൾ മനസ്സിനൊരു വിഷമമാണ്. അപ്പോൾ നമ്മളത് ഉപയോഗിക്കാൻ തയ്യാറായിട്ടുള്ളവർക്ക് കൊടുക്കുന്നു. ഫേസ്ബുക്കിൽ ഇപ്പോൾ പ്രീ ലവ്ഡ് കേരള എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പുണ്ട്. അതിലാണെങ്കിൽ നമുക്ക് പാകമാവാത്ത അല്ലെങ്കിൽ നമ്മൾക്ക് ഉപയോഗിക്കാത്ത ഡ്രസ്സുകൾ ഒരു റേറ്റ് ഇട്ടിട്ട് നമ്മളതിൽ സെല്ല് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണത്. ഒരുപാട് പേര് അതിൽ പോസ്റ്റുകൾ ഇടുന്നുണ്ട്. ആ പോസ്റ്റുകൾ കണ്ട് ഒരുപാട് പേര് ഡ്രസ്സുകൾ മേടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പൈസ കൊടുത്ത് മേടിക്കുമ്പോൾ നമുക്കതിനൊരു വിലക്കുറവ് തോന്നില്ല. അത് കൊടുക്കുന്ന ആൾക്ക് ഒരു ചെറിയ വരുമാനമാകും. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തും ഞാൻ എൻ്റെ ഡ്രസ്സുകൾ നമ്മുടെ കസിൻസിനൊക്കെ കൊടുത്തിട്ടുണ്ട്. അധികം ഉപയോഗിക്കാത്ത നല്ല ഡ്രസ്സുകൾ നമ്മളങ്ങനെ ഇരുന്ന് പോകുമ്പോൾ അതുപോലെ ഇരുത്തി അങ്ങനെ നശിപ്പിക്കാനും നമുക്ക് തോന്നുന്നില്ല, കളയാനും തോന്നുന്നില്ല. അപ്പോൾ നമ്മളത് ഉപയോഗമുള്ളവർക്ക് നമ്മളത് നല്ല മനസ്സോടുകൂടി കൊടുക്കുന്നു. അവർ വേറെ ഒന്നും ചിന്തിക്കാതെ നല്ല മനസ്സോടുകൂടി തന്നെ അത് വാങ്ങിക്കുന്നു. അതൊരു കുറച്ചിലായിട്ട് കാണുകയാണെങ്കിൽ ചിലപ്പോൾ എനിക്കൊന്നും പറയാനില്ല. ചിലർക്കുണ്ടാവും പഴയ ഡ്രസ്സുകൾ വാങ്ങിച്ച് ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ കുറച്ചിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കാത്ത ഡ്രസ്സുകൾ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അതൊരു വലിയ കാര്യം ചെയ്യുന്ന പോലെ നമ്മളത് കൊടുക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരെ താഴ്ന്നവരായിട്ട് കണ്ടു കൊടുക്കുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിലൊരു നന്മ എനിക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷേ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചൊരു സാധനം ആ പണത്തിൻ്റെ മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് നശിപ്പിച്ച് കളയാതെ അത് ഉപയോഗപ്പെടുന്ന ഒരാൾക്ക് കൊടുക്കുമ്പോൾ അത് നല്ല മനസ്സോടെ നമ്മൾ കൊടുക്കുന്ന അതേ നല്ല മനസ്സോടെ തന്നെ ഒരാൾ വാങ്ങി ഉപയോഗിക്കുമ്പോൾ അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അത് കൊടുക്കുന്നത് മറ്റൊരാളെ കുറഞ്ഞവരായി കണ്ടിട്ടോ അത് വാങ്ങുമ്പോൾ നമ്മൾ കുറഞ്ഞതാണോ അല്ലെങ്കിൽ നമ്മൾ ഈ പഴയ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാൾ ഉപയോഗിച്ച ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അത് മോശമാകുമോ എന്നുള്ളൊരു കോംപ്ലക്സോട് കൂടി വാങ്ങുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന് രണ്ടാം തരമായിട്ട് കണക്കാക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ നല്ലൊരു കാര്യമാണ്. പണത്തിൻ്റെ മൂല്യം അറിയുന്നവർക്ക് അത് വളരെ നല്ലൊരു കാര്യമാണ്. ഒരിക്കലും മോശമായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ അതിനെ മോശമായിട്ട് കാണുന്ന ചിലരെങ്കിലും ഉണ്ടാവുമായിരിക്കാം. പക്ഷേ ഞാൻ അങ്ങനെയല്ല. ഞാൻ വേറൊരാൾ ഉപയോഗിച്ച ഡ്രസ്സ് എനിക്ക് പാകാവുന്നത് തന്നാൽ നല്ലതാണ്, എനിക്ക് ചേരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാനത് വാങ്ങിക്കും. അതുപോലെ എൻ്റെ മക്കളുടെയോ ഡ്രസ്സ് എനിക്ക് പറ്റില്ല എന്ന് കണ്ടാൽ നശിപ്പിച്ച് കളയുന്നതിനേക്കാളും അത് ആവശ്യമുള്ളവർക്ക് ഞാൻ കൊടുക്കുകയും ചെയ്യും. അതെന്തായാലും വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നതെന്ന് പറയട്ടോ. ബൈ.